ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വൈത്തിരി പാർക്കിലാണ്. വൈത്തിരി പാർക്കിൽ ഞങ്ങളുടെ ഫാമിലി എല്ലാവരുമായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പനും അമ്മയുണ്ട്, വൈഫുണ്ട്, ദിത്തിയുണ്ട്, ഒരു ജോക്കുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വൈത്തിരി പാർക്കിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. സ്റ്റേ ട്യൂൺ. അപ്പം മച്ചം വരെ നമുക്കിവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാം. ഇത് ശരിക്കും നമ്മുടെ വൈത്തിരി പാർക്കിൻ്റെ ഒരു 100-200 മീറ്റർ മാറിയാണ് ഈ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജീപ്പും കാര്യങ്ങളുണ്ട്. ഈ വർക്കിംഗ് ടൈം ഫുൾ ടൈമിൽ നമുക്ക് ജീപ്പ് ഉണ്ടാവും. സോ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ജീപ്പേ കയറി നമ്മൾ വൈത്തിരി പാർക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈത്തിരി പാർക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയും ഇങ്ങനെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെ മാറിയുണ്ട് എന്നുള്ളത്. തൊട്ടടുത്തുണ്ട്, പക്ഷേ അവിടെ ഫുള്ളായി കഴിഞ്ഞ് ഇവർ കുറച്ചുകൂടി മാറിയ ഒരു സ്ഥലത്താണ്. ഇതൊരു നല്ല കിട്ടുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ്. പാർക്കിംഗ് എല്ലാം നിങ്ങളിപ്പോൾ സ്കൂൾ ബസ്സായിട്ട് വരുവാണെങ്കിൽ എങ്ങനെയായാലും വന്നാലും നിങ്ങൾക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ നല്ല വൈത്തിരി പാർക്കിലോട്ട് ഇങ്ങനെ ഈ കയറ്റം കയറി വരുന്നതാണ് നമ്മുടെ വൈത്തിരി പാർക്കിലോട്ടുള്ള എൻട്രിയാണ്. നല്ലൊരു ജീപ്പ് ആയിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു നല്ല അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട്. ഇവിടെ ചെറിയ ചെക്ക് പോസ്റ്റ് പോലെ കാര്യങ്ങളുണ്ട്, അതൊന്നുമില്ല. ഇതാണ്. ബട്ട് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ജീപ്പും കാര്യങ്ങളും ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ മെല്ലെ കയറി വന്ന് അപ്പം ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് പാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ തന്നെയാണ് അവർ പറഞ്ഞു തരുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയ ഗാന്ധി ഗ്രാമത്തിൻ്റെ കടയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഇറക്കി വിട്ടതിന് ശേഷം ജീപ്പ് തിരിച്ച് പഴയതുപോലെ അങ്ങോട്ട് പോകും. എപ്പോഴും നമ്മൾ എപ്പോൾ ആണെങ്കിലും ഇവിടെ നിന്ന് നമ്മളെ പിക്കപ്പ് ഉണ്ട്, ഡ്രോപ്പ് ഓഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് വണ്ടിയുള്ളത് അവിടെ കൊണ്ട് അവർ ഡ്രോപ്പ് ഓഫ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വല്ല അവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് പോവുകയാണ്. ലഗേജും കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാൻ ഉള്ളിലാണ് ഫെസിലിറ്റീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമുള്ളൂ നമുക്ക് ലഗേജും കാര്യങ്ങളെല്ലാം എടുക്കാൻ. ഒരു 100 മീറ്റർ 150 മീറ്റർ നടക്കാനുണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലോട്ട് പോകാനായിട്ട് എന്നാണ് ഞങ്ങൾക്ക് താഴെ നിന്ന് അറിയാൻ പറ്റിയത്. എന്തായാലും പോകുന്ന വഴിയിൽ ചെറിയ കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് കുടിക്കണം, ചായ കാപ്പി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഉപ്പിലിട്ട പല സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ചെറിയ സ്വിം ചെയ്യാനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം തൊപ്പിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഇല്ല നിങ്ങൾ ക്യാരി ചെയ്ത് വരുമായിരിക്കും, അതായിരിക്കും ഏറ്റവും ബെസ്റ്റുള്ള. എസ്പെഷ്യലി ഒരു തോർത്ത് അതുപോലെ സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കയറി വരുമ്പോൾ നല്ലൊരു വ്യൂവും കാര്യങ്ങളെല്ലാം വൈത്തിരി പാർക്കിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്വന്തം നാടീയ കഥകളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതും നമുക്ക് കാണാമായിരുന്നു. നല്ല വ്യൂവിലുള്ള നല്ല സ്ട്രക്ചറലായിട്ട് പല ഡിസൈൻസും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താ ഉദ്ദേശം എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എന്തായാലും നമുക്ക് കയറി വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ പല രീതിയിലുള്ള സ്ട്രക്ചറൽ ഡിസൈൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വൈത്തിരി പാർക്കിൻ്റെ എൻട്രി തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ ഒരു മോൾ സൈഡ് വേറെയാണ്. സോ ഇവിടെ നമുക്ക് ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളെല്ലാം കാണാം. എൻ്റെ മോൾ സൈഡിലാണ് വേറൊരു ആക്ടിവിറ്റീസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കാം. എന്തായാലും നമുക്ക് അവിടെയും പോവാം. ഇങ്ങോട്ട് വണ്ടിക്ക് എൻട്രി ഇല്ല, നമുക്ക് അവിടം വരെ ഉള്ളൂ. പിന്നെ ബൈക്കിനെല്ലാം വരുവാണെങ്കിൽ നമുക്ക് ഇവിടം വരെ മാക്സിമം കയറി വരാൻ പറ്റും. നമുക്ക് അല്ലെങ്കിൽ കാർ നമ്മൾ സ്വന്തം വണ്ടിയിൽ ബസ് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഈ പാർക്കിംഗ് ഏരിയ കൊണ്ട് വണ്ടി നിർത്തിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടം വരെ വരാം. ഇനി നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് നമുക്ക്. അപ്പോൾ ഇവിടെയാണ് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ കുറേ നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയാൽ അതവിടെ നമുക്ക് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട് ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്തിട്ട് വേണമെങ്കിൽ കാണാം. 12D എല്ലാം ഉണ്ട്. അപ്പം അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് ഉള്ളിലും. അപ്പം നല്ല സ്പേഷ്യസ് ഏരിയ ആണ്, കുറേ സീറ്റിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ എടുക്കും, കാർഡുകൾ എടുക്കും, UPI എല്ലാം ഉണ്ട്. ഇവിടെ അങ്ങ് മുകളിൽ നമുക്ക് ചോക്കട്ട കാണാം. ചോക്കട്ട ഇങ്ങനെ കറങ്ങി പേടിയൊന്നുമില്ല കേട്ടോ. ആശാന വേറെ 2 പിള്ളേരുടെ കൂടെ ഇങ്ങനെ കയറിപ്പോയി. എന്തായാലും ആശാൻ പേടിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ മെല്ലെ കയറാനായിട്ടുള്ള പ്ലാനിലാണ്. ഇത് പിള്ളേർക്കും അതുപോലെ വലിയവർക്കും ഈ റൈഡിൽ കയറാം കേട്ടോ. പിന്നെയുള്ള ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളെ പുഷ് ചെയ്യും. നിങ്ങൾ കയറിക്കോ, കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല, സ്ലോയാണ് അങ്ങനെയാണെന്നെല്ലാം പറയും. നമ്മൾ കുറേ പുഷും കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു ജോക്കൂട്ടം വീണ്ടും കയറി പോകുന്നുണ്ട് മുകളിൽ കൂടെ. ആശാൻ പേടിയൊന്നുമില്ല, ആശാൻ ചിരിച്ച് കളിച്ചാണ് പോകുന്നത് മൊത്തത്തിൽ. പിന്നെ മമ്മി കയറി, മമ്മീൻ്റെ അടുത്ത് കയറാൻ മമ്മിക്ക് അകലോട്ട് മുകളിൽ പപ്പ വിളിക്കുന്നുണ്ട്. പപ്പയും കയറിയിട്ടുണ്ട്, മുകളിൽ പപ്പയുണ്ട്, താഴെ മമ്മിയുണ്ട്. ജോക്കുട്ടൻ എൻ്റെ ഇടയിൽ നടക്കിയിരിക്കുന്നുണ്ട്, മമ്മിയുടെ നല്ല ഇളക്കമുണ്ട്. എന്തായാലും അടുത്ത നിത്യം കൂടെ കയറാനാണ്. അടുത്ത ഒരു വെക്കൻഡ് ഫ്രീ വരുമ്പോൾ അതിൻ്റെ അകത്ത് നിത്യം കൂടെ കയറും. ഏകദേശം അങ്ങനെ ഫൈനലി നെത്തിക്ക് ഓപ്ഷൻ കിട്ടിയിരിക്കും. നെത്തി എന്തൊക്കെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടാണ് കയറുന്നത്. എന്തായാലും ഈ ചേച്ചി ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മളൊന്നും പേടിക്കേണ്ടെന്ന് കയറേണ്ട, വലിയ സ്പീഡില്ല, മെല്ലെ പോകുന്ന അധികം സ്പീഡിലല്ല പോകുന്ന കാര്യമായിട്ടെല്ലാം സപ്പോർട്ട് ചെയ്താണ്. എന്തായാലും അടിപൊളി ചേച്ചിമാരാട്ടോ. എല്ലാം നല്ല ചേച്ചിമാർ, ഭയങ്കര സപ്പോർട്ടിങ് കാര്യങ്ങളാണ്.
ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റൈഡ് കേട്ടോ. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് പോവും. അപ്പോൾ ചോക്കട്ടനും ഞാനും നെറ്റിയും എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഈ എൻ്റയർ വയനാട് വേണേൽ കാണുന്ന പോലത്തെ രീതിയിലാണ്. നമുക്ക് അതുപോലെ തന്നെ പാർക്കിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ഫുൾ നമ്മൾ 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങും. മെല്ലെയാണ് കറങ്ങുന്നത്. നമുക്ക് ആർക്കും പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലൊരു രസമാണ്. നല്ലൊരു ഹൈറ്റിൽ പോയിട്ട് നമുക്കിങ്ങനെ എല്ലാം കാണാൻ പറ്റും. അടിപൊളിയാട്ടോ. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഞങ്ങൾ എടുത്താണ്. പക്ഷേ അടിപൊളിയാണ്. നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേടി വന്നു, നേരെ താഴോട്ട് നോക്കി നിങ്ങൾ പേടി വന്നും. പക്ഷേ ദൂരോട്ട് നോക്കുകയാണെങ്കിൽ നല്ല വ്യൂവും കാര്യങ്ങളും എൻ്റെ ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം കാണാം. ജോക്കോട്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ വിചാരിച്ച് ജോക്കോട്ടും ശരിക്കും പേടിയാകും. കാരണം ഇത്ര നല്ല ഹൈറ്റിൽ പോകുമ്പോൾ ജോക്കോട്ടും ശരിക്കും പേടിയാകുമെന്നുള്ള. പക്ഷേ പേടിയൊന്നുമില്ല. അതുപോലെ തന്നെ മെല്ലെയാണ് കറങ്ങി മുകളിലോട്ട് പോകുക, അതുപോലെ താഴോട്ട് വരും. അപ്പോൾ ഇതായിരുന്നു സംഭവം. ഇതൊരു സ്പീഡിൽ പോകുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ നെറ്റിക്ക് കയറണമെന്ന് പറഞ്ഞ് നെറ്റിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞതും. ഇപ്പോൾ നല്ല സ്പീഡിൽ പോകും അത്യാവശ്യം. അപ്പം ഇത് പേടിയുള്ളവർക്ക് കേടാതിരിക്കുന്നതായിരിക്കും ഇതിൽ നല്ലത്. ഇങ്ങനെ നല്ല റൊട്ടേറ്റ് ചെയ്ത് പോകുന്നൊരു കിടിലൻ സംഭവമാണ്. ഊഞ്ഞാലാടാൻ താല്പര്യമുള്ളവർക്ക് ശരിക്കും ട്രൈ ചെയ്യേണ്ട. നിങ്ങൾ മാക്സിമം ഹൈറ്റിൽ പോകും. നെറ്റിയും വേറൊരു കൊച്ചും കൂടെ കയറിയിരിക്കാൻ അതിൽ അവർ മാക്സിമം ഹൈറ്റിലോട്ട് പോകും. നല്ല പേടി വരും. ഒറ്റന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇതിലാണ് പോവുക. ഒരു നല്ല ഹൈ സ്പീഡിലോട്ട് പോകും. ഇത് അവർ മാക്സിമം പുറകോട്ട് ഇങ്ങനെ വലിച്ച് അപ്പോൾ അവരിങ്ങനെ പുറകോട്ട് വലിച്ചു കേട്ടാണ്. അപ്പം നെറ്റിക്ക് ഇവിടെ ഞങ്ങൾ ചാറ്റ് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിവിടെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട്. നല്ല ചോറ് കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അവൈലബിലിറ്റി റെസ്റ്റോറൻറ്റിൽ വരുന്നത്. എന്തായാലും നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവുകയാണ്. നല്ല സ്പെഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ 2 സെഗ്മെൻ്റ് ആയിട്ടാണ്. ഒരു സൈഡിൽ നമുക്ക് ഫാമിലി അങ്ങനത്തെ ഉള്ളവരെല്ലാം വന്നു കഴിക്കാനും, അപ്പുറത്തെ സൈഡിൽ നിങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ട് വരികയാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് വരിക, കോളേജിലുള്ളവർ വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സംഭവം അപ്പുറത്തുണ്ട്. അപ്പുറത്തെ സൈഡിൽ അവിടെ ഓൾറെഡി ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡിൽ പോയി വീഡിയോ എടുക്കാതെ. പക്ഷേ അടിപൊളിയായിരുന്നു. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ജോക്കോടെ ഐസ്ക്രീം എല്ലാം തീർന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട്. ഒന്നും പറയാനില്ല. ഫുഡെല്ലാം കിട്ടുന്ന ഫുഡും കാര്യങ്ങളെല്ലാം നല്ല ഫിഷും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ എക്സ്ട്രാ കോസ്റ്റാണ് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ഫുഡ് കൂടാതല്ല.
എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ വൈത്തിരി പാർക്കിൽ എല്ലാവരും വരിക. വൈത്തിരി പാർക്കിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് മാനേജറിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. സജിത്ത് എന്നാണ് മാനേജറിൻ്റെ പേര്. അപ്പോൾ പുള്ളിനെ വിളിച്ച് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കിട്ടും. നിങ്ങൾ ബൾക്കായിട്ടൊരു ടീമായിട്ട് വരുവാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും പുള്ളി ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഓൺ ചെയ്ത് വെച്ചേക്കാം. സീ ഗൈസ്, മറ്റൊരു വീഡിയോ ഇതിൽ കാണുമ്പോൾ ഗൈസ് സാധനം കാണാം. ഗുഡ് ബൈ.